11. കയറുന്നില്ല, ഒന്ന് വിളിച്ചാൽ മതി, ഒരു കാര്യം പറയാനാ. വിവേകിനെ ഒന്ന് നോക്കിയതിനു ശേഷം അമ്പിളി നേരെ അകത്തേക്ക് കയറി. അകത്ത് നോക്കി തിരികെ ഇറങ്ങി വന്ന് അമ്പിളി കയറിയിരിക്കാൻ ഒരിക്കൽ കൂടി അവനോട് പറഞ്ഞിട്ട് മുറ്റത്തെ ഷെഡിലേക്ക് പോകുന്നത് കണ്ടു. ടാർപ്പായും ആസ്ബറ്റോസ് ഷീറ്റും കൊണ്ട് മറച്ചൊരു ഷെഡായിരുന്നു അത്. കുറച്ചു നിമിഷങ്ങൾക്കകം അതിനകത്തു നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നത് വിവേക് കണ്ടിരുന്നു. പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഒരൊത്ത പുരുഷനായതിനു ശേഷം അവനെ ആദ്യമായാണ് വിവേക് കാണുന്നത് എന്നോർത്തു ദിവ്യയുടെ മനം കവർന്നവൻ. നീണ്ടു നിൽക്കുന്ന ദീക്ഷയും മുടിയും ഒക്കെ ഒന്ന് കോതിയാൽ അവൻ ആളൊരു സുന്ദരൻ തന്നെയാണെന്ന് ഒരു നിമിഷം അസൂയയോട് തന്നെയാണ് വിവേക് ഓർത്തത്. വിവേകിനെ കണ്ടിട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് അവൻ ഓടിയിറങ്ങിയത്. ആരാ? മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ടവൻ വിവേകിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ വിവേക്, നമ്മൾ തമ്മിൽ പരിചയമുണ്ട്, താനെന്റെ ജൂനിയറായി പഠിച്ചിട്ടുണ്ട്. ചിരിയോടെ വിവേക് പറഞ്ഞു. ആ, ഓർക്കുന്നില്ല. താല്പര്യം ഒട്ടുമില്ലാതെ അവനും. എന്നെ കാണാൻ വന്നത് ഒരു കാര്യം സംസാരിക്കാനാണ്, പക്ഷെ ഇവിടെ ഒന്ന് സംസാരിച്ചിട്ട് ശരിയാവുമെന്ന് തോന്നുന്നില്ല. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. അനന്തുവിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്കല്പം മാറിയിരിക്കാം. ഒന്നാലോചിച്ച ശേഷം അവനൊന്ന് തലയാട്ടി. ഞാനൊരു ഷർട്ട് ഇട്ടിട്ട് വരാം. അതും പറഞ്ഞ് അവൻ വീടിനകത്തേക്ക് കയറിപ്പോയതും ഒരു ഷർട്ട് ഇട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നിരുന്നു. കൈകൊണ്ട് തന്നെ അതിന്റെ ബട്ടൺ ഇട്ട് അവന്റെ അരികിലേക്ക് വന്നു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നും മനസ്സിലാവാതെ അമ്പിളി ഉമ്മറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വീടിന്റെ അവിടെ നിന്നും അല്പം മാറി ഒരു തോടിന്റെ കരയിലാണ് വിവേക് വണ്ടി നിർത്തിയത്. അപ്പോഴേക്കും അനന്തുവും ഇറങ്ങിയിരുന്നു. ഒന്നും മനസ്സിലാവാതെ വിവേകിന്റെ മുഖത്തേക്ക് നോക്കി. അനന്തുവിന് ചിലപ്പോൾ എന്നെ കണ്ട ഓർമ്മ കാണില്ല, പക്ഷേ ഞാനൊരാളുടെ പേര് പറഞ്ഞാൽ തനിക്കെന്നെ ഓർമ്മ വരും. ദിവ്യ. ദിവ്യ അറിയൂ. ഒരു നിമിഷം ആ പേര് കേട്ടപ്പോൾ അവന്റെ മുഖത്തുണ്ടായ മാറ്റങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു വിവേക്. പ്രത്യേക സന്തോഷമൊന്നും അവന്റെ മുഖത്ത് കണ്ടില്ല, പക്ഷെ പ്രകടമായ ഒരു ഞെട്ടൽ വിവേക് ശ്രദ്ധിച്ചിരുന്നു. ദിവ്യ തന്റെ ആരാ? മൗനത്തിന് വിരാമം നൽകി അവൻ ചോദിച്ചു. ദിവ്യയെ കല്യാണം കഴിക്കാൻ വന്നതാ ഞാൻ. ഇന്നലെ ഞാൻ അവളെ കാണാൻ വന്നപ്പോ അവൾ എന്നോട് പറയാ അവളുടെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന്. നോക്ക്, ഏതെങ്കിലും ഒരാണുങ്ങൾക്ക് സഹിക്കുവാൻ പറ്റുമോ? ഞാൻ മാറിക്കൊടുക്കണമെന്ന്. നിന്നോടാണത്രേ അവൾ കൊടുക്കത്തെ പ്രേമം. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അനന്തു തന്നെ പറ. ഒരു നിമിഷം വിവേക് പറഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു അനന്തു. അവൾക്ക് തന്നോട് ഇഷ്ടമാണെന്ന് പലവരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം പ്രാധാന്യമായ ഇഷ്ടത്തെ അവൾ എടുത്തിട്ടുണ്ടാകുമെന്ന് താൻ കരുതിയിരുന്നില്ല. ഇന്നലെ വിളിച്ചു പോലും തന്നോട് അഭിപ്രായം പറഞ്ഞ സമയത്ത് പെണ്ണ് കാണൽ സംബന്ധിച്ച് മറ്റൊരു വിവാഹത്തിനായി ഒരുങ്ങുകയാവാം അവളെന്നാണ് വിചാരിച്ചത്. അവളുടെ പ്രവൃത്തി ഓർത്തപ്പോൾ അനന്തുവിന് ഞെട്ടല് തോന്നി. ഞാനെന്തു പറയാൻ? തനിക്കിഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കണം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോണം. ഞാൻ എൻ്റെ കാര്യം ആ പെണ്ണിനോട് നേരത്തെ പറഞ്ഞതാണ്, അനന്തു പറഞ്ഞു. അപ്പോൾ ദിവ്യ അനന്തുവിന് ഇഷ്ടമല്ല അല്ലേ? അവളെന്നല്ല, ഒരുത്തി എനിക്ക് ഇഷ്ടമല്ല. ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ടല്ല. അനന്തുവിന് ഇനി എപ്പോഴെങ്കിലും അവളോടൊരു പ്രണയം തോന്നിയാലോ? ഞാൻ നാളെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അവളെ കിട്ടാത്തതിൽ ഒരു നഷ്ടബോധം തോന്നിയാലോ? അവളുടെ മനസ്സിൽ അത്രത്തോളം അനന്തുവിനോട് ഇഷ്ടമുണ്ട്. എനിക്കൊരിക്കലും പ്രേമം തോന്നില്ല. താൻ അവളെ കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഇതിൽ എന്നോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യം എന്താ മാഷേ? പക്ഷേ അവൾ തന്നെ മാത്രം കല്യാണം കഴിക്കുന്നാ പറയുന്നത്. എങ്കിൽ അവൾ അവിടെ മൂത്തു നരച്ച് നിൽക്കുകയുള്ളൂ. വിവേകിന് സന്തോഷം തോന്നി. അവന്റെ മനസ്സറിഞ്ഞതോടെ അല്പം സമാധാനവും. അനന്തുവിന് ഒരിക്കലും ദിവ്യയോട് പ്രണയമില്ല, ഇനിയോട്ട് പ്രണയം തോന്നാനുള്ള സാധ്യതയുമില്ല. ഒരിക്കൽ മുറിവേറ്റ മനസ്സാണ് അവന്റെ. തന്റെ ഒറ്റ വാക്കുകൊണ്ട് തന്നെ വിവേകിന് മനസ്സിലായിരുന്നു, ഒന്നുകിൽ ഒരു പ്രണയം നഷ്ടം, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു വേദനിപ്പിക്കുന്ന കാരണം അതവനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ മടിക്കുന്നത്. ഇനി എനിക്ക് വേണ്ടത് അനന്തുവിന്റെ ഒരു സഹായമാണ്, കൗശലത്തോടെ വിവേക് പറഞ്ഞു. സഹായമോ? എന്ത് സഹായം? അല്ല, അങ്ങനെ സഹായം ചെയ്യാനും മാത്രം നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കൂ. എനിക്ക് സഹായത്തിനും താല്പര്യമില്ല. ആ പെണ്ണിന്റെ കാര്യങ്ങളൊന്നും കേൾക്കാനും താല്പര്യമില്ല. ഈ സഹായം അനന്തുവിന് കൂടി ഗുണമുള്ളതാണെങ്കിലോ? ഗുണമോ? എന്തൊക്കെയാ താനീ പറയുന്നത്? 1 വർഷം വേണം എനിക്ക് വിവാഹം ഒന്ന് നീട്ടിക്കൊണ്ടു പോകാൻ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ആ 1 വർഷം അവളെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, മറക്കാൻ പറ്റില്ല. അനന്തുവിനെ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം തന്നെ കാണാൻ വന്നപ്പോൾ പോലും ഞാൻ പ്രതീക്ഷിച്ചത് അനന്തുവിന് അവളെ ഇഷ്ടമാണെന്നാ. ഇപ്പൊ വീണ്ടും ഒരു പ്രതീക്ഷയുടെ പൊൻകിരണം എൻ്റെ മനസ്സിലുണ്ട്. അവളെ എനിക്ക് തന്നെ വേണം, അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. പക്ഷെ 1 വർഷം സമയം അതെനിക്ക് അത്യാവശ്യമാണ്. അനന്തുവിനോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവളെ സമ്മതിപ്പിച്ചത്. അവളുടെ മനസ്സിൽ നിന്ന് അനന്തുവിനെ മാറ്റി എനിക്കവിടെ കയറണം. അതിനെനിക്ക് 1 വർഷം സമയം വേണം. അതിന് തന്റെ സഹായം വേണം. എന്ത് സഹായം? മറ്റൊന്നുമല്ല, താൻ അവളെ ഇഷ്ടമാണെന്നൊന്ന് അഭിനയിക്കണം.
വിവേകിന്റെ വാക്കിൽ ഞെട്ടിത്തരിച്ചുപോയി വിവേക്. തനിക്ക് ഭ്രാന്താണോടോ? ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അഭിനയിച്ച പിന്നെ എങ്ങനെയാ തന്നെ അവളെ സ്നേഹിക്കുന്നത്? ഇഷ്ടമാണെന്ന് അഭിനയിച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ അനന്തു ചെയ്താൽ മതി. 1 വർഷം അവളെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക. അനന്തുവിന് വേണ്ടിയാകുമ്പോൾ അവള് പിടിച്ചു നിൽക്കും. വിവേക് പറഞ്ഞു. സൗകര്യമില്ല. അഭിനയമല്ല എന്റെ ജോലി. വെറുതെ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ലക്ഷം രൂപ തരും. ഒരു നിമിഷം അവന്റെ കണ്ണുകളൊന്നു മിഴിഞ്ഞു. താനെന്തിനാ എനിക്ക് ഇത്രയും രൂപ തന്ന് ആ പെണ്ണിനെ പ്രേമിപ്പിക്കുന്നത്? അതൊന്നും താൻ അറിയേണ്ട കാര്യമല്ല. ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല, ലാഭം മാത്രം ഉണ്ടാവും. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് ആലോചിക്കണം. ആലോചിച്ച് പറഞ്ഞാൽ മതി. എൻ്റെ നമ്പറാണിത്. അത് പറഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തവൻ നമ്പർ സേവ് ചെയ്തു. വിളിച്ചാൽ മതി, ആലോചിച്ചിട്ട്. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. അപ്പോ ശരി. അനന്തുവിനോട് യാത്ര പറഞ്ഞ് വിവേക് പൊടി പറത്തി ബുള്ളറ്റുമായി അകന്നപ്പോൾ വീണ്ടും അനന്തുവിന്റെ മനസ്സിൽ സംശയങ്ങളായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. കിരണിന്റെ നമ്പർ ഡയൽ ചെയ്തു. എന്താടാ തെണ്ടി, ഉറങ്ങാൻ സമ്മതിക്കൂലേ? നീ വേഗം നമ്മുടെ തോടിനക്കരെ ഒന്ന് വന്നേ. എനിക്കൊരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ട് നിന്നോട്. എന്ത് കാര്യം? കാര്യം അറിഞ്ഞാലേ നീ വരത്തുള്ളോടാ തെണ്ടി. ഇങ്ങോട്ട് വാ. കിരൺ വന്നപ്പോഴേക്കും വിവേക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ തന്നെ കിരണിനോട് പറഞ്ഞിരുന്നു അനന്തു. ഞാൻ എന്താ ചെയ്യാ? അനന്തു പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നീ സമ്മതിക്ക്. സമ്മതിക്കാനോ? 2 ലക്ഷം രൂപ കിട്ടിയാ നിനക്ക് കഴിക്കോ? ഈസി ആയിട്ട് നിനക്ക് കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നീ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താൻ പേടി വേണ്ട. 1 വർഷം നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ പറഞ്ഞു നിൽക്കണ്ടേ? ഗൾഫിൽ പോകാതിരിക്കാൻ വേണ്ടി. അതിനും ഇതൊരു മാർഗമാണ്. നിനക്ക് നാട്ടിലൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നീ പോകാതിരിക്കുന്നതെന്ന് വീട്ടിൽ ധരിപ്പിച്ചാൽ പോരെ? തള്ള ചൂലെടുക്കും അത് കേട്ടാ. അത് മാത്രമല്ല, ആ പെണ്ണേതാണെന്ന് ചോദിക്കില്ലേ? എങ്കിലും ഒരു പെൺകൊച്ചിന് ആശ കൊടുത്തിട്ട് പറ്റിക്കാനൊക്കെ പറയുമ്പോ അത് മോശമല്ലേടാ? ഒരുത്തി നിനക്ക് ആശ തന്നിട്ട് നിന്നെ പറ്റിച്ചില്ലേ? അത് മോശമല്ല അല്ലേ? ഒരു നിമിഷം കിരണിന്റെ ആ ചോദ്യത്തിൽ മറുപടി എന്തു പറയണമെന്ന് അറിയാതെ നിന്നു അനന്തു. അവളെ പറ്റിക്കാൻ ഒരു അവസരം തരികയായിരുന്നെങ്കിൽ 1 രൂപ പോലും ചോദിക്കാതെ എപ്പോഴേ ഞാൻ സമ്മതിച്ചേനെ. ഇത് പക്ഷെ കേട്ടെടുത്തോളം ആ പെൺകൊച്ചിന് എന്നോട് ശരിക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കൊച്ചിന് ആശ കൊടുത്തിട്ട് പറ്റിക്കുന്നത് ശരിയാണോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്കും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതല്ലേടാ. ഒരു മനസാക്ഷി കുത്തുപോലെ ആനന്ദു പറഞ്ഞു. എങ്കിൽ പിന്നെ നീ പറ്റിക്കണ്ട. നീ അവളെ അങ്ങ് ശരിക്കും പ്രേമിക്കാൻ നോക്ക്. അപ്പൊ നിനക്ക് 2 ലക്ഷം രൂപയുടെ കാര്യമൊന്നും വേണ്ടി വരില്ല. പൂത്ത കാശുണ്ട് അവളുടെ അപ്പന്റെ കയ്യിൽ. അത് മുഴുവൻ നിനക്ക് കിട്ടും. കിരൺ പരിഹാരവും കണ്ടെത്തി. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ച എന്നെ വേണം തല്ലാൻ. ആനന്ദുവിന് ദേഷ്യം വന്നു തുടങ്ങി. ആ തെണ്ടിത്തരം ഞാനായിട്ട് ചെയ്യില്ല നന്ദു. കിരൺ പറഞ്ഞു. എടാ നീ കാര്യമായിട്ട് പറ, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നിനക്ക് സമ്മതമാണെങ്കിൽ നീ സമ്മതിക്ക്. അതല്ല മനസാക്ഷിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചേക്ക്. അയാളെ വിളിച്ചു പറ. പറയാം, പക്ഷേ നീ പറഞ്ഞതുപോലെ കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. ആനന്ദം ഒന്ന് നിർത്തി. തെണ്ടി, 2 വെള്ളത്തിൽ നീ കാല് ചവിട്ടല്ലേ, വള്ളം മുങ്ങിപ്പോവും. അവസാനം നീ വെള്ളത്തിൽ വീഴും. കിരൺ തോട്ടിലെ പരൽമീനുകളെ കൈക്കുമ്പിളിൽ പിടിച്ചു പറഞ്ഞു. സമ്മതിക്കല്ലേ? എങ്കിലും പ്രേമിക്കുന്ന പോലെ അഭിനയിക്കാനൊക്കെ പറഞ്ഞാ എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണെന്ന്. അതിലെല്ലാം ഉപരി ആദ്യം അവനെപ്പറ്റി ഒന്ന് തിരക്കണം. അവൻ എന്തെങ്കിലും ഉടായ്പ കൊണ്ടാണോ ഇങ്ങനെ വന്നതെന്നറിയണ്ടേ? ലോകത്തിൽ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തൊരു പുതിയ ഐഡിയ. അനന്തു അവന്റെ അരികിലിരുന്നു. അതാ ഞാനും ആലോചിക്കുന്നേ, അവനെന്തിനാ ഇങ്ങനൊരു കാര്യം പറഞ്ഞതെന്ന്. കിരൺ അത് ഏറ്റുപിടിച്ചു. അവനെപ്പറ്റി ആരാടാ തിരക്കുന്നേ? അത് നീ എനിക്ക് വിട്ടേക്ക്. ഇന്ന് വൈകിട്ട് തന്നെ അവനെക്കുറിച്ച് തിരക്കി ഡീറ്റെയിൽസ് ഞാൻ നിന്നോട് പറയാം. എന്നിട്ട് നീ കൈ കൊടുത്താൽ മതി. ആ എന്നാ ശരി. എങ്കിൽ ഞാൻ പോട്ടെ, വിശക്കുന്നു. വയറ് തിരുമി കിരൺ പറഞ്ഞു. ഒരു മനസമാധാനമില്ല. നീ ബിവറേജസിൽ പോയിട്ട് ഒരു കുപ്പി വാങ്ങി വരുമോ? അനന്തു താടിയിൽ തഴുകി പറഞ്ഞു. അതിനെന്താ, മനസമാധാനം കിട്ടുന്ന ഇതിൽ നല്ല കാര്യം വേറെ ഉണ്ടോ? ഇതൊക്കെ ചോദിക്കാനുണ്ടോ അളിയ? നീ കാശിങ്ങെടുത്തേ, ഞാൻ പോയിട്ട് വരാം. കിരൺ ഉത്സാഹവാനായി. കാശോ? കാശുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയൂ, എനിക്ക് പോയി വാങ്ങിയാൽ പോരെ? എൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നിന്നോട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞത്. കിരണിന് ദേഷ്യം തോന്നി. നീ എന്താണ് വിചാരിച്ചത്, മുകേഷ് അംബാനി എൻ്റെ അളിയനാണെന്നോ? ഉള്ള സമാധാനം പോയല്ലോ ഈശ്വര. അനന്തു തല ചൊറിഞ്ഞു കണ്ടു. ഏതോ നോവിൻ്റെ മൗനം പേറി എന്ന പോലെ കാർമേഘങ്ങൾ സൂര്യനെ മറച്ചു കളഞ്ഞു. അവൻ്റെ മനം പോലെ തന്നെ. വൈകുന്നേരമാണ് വിവേക് വീട്ടിലേക്ക് വന്നത്. നീ എവിടെ പോയതായിരുന്നു? ചോറ് കഴിക്കാൻ കണ്ടില്ലല്ലോ, വീണ പറഞ്ഞു. ഞാൻ അത്യാവശ്യമായി ഒരാളെ കാണാൻ പോയതാ. പിന്നെ വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. കഴിക്കാൻ എടുക്കട്ടെ? വീണ ചോദിച്ചു. വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അതും പറഞ്ഞവൻ നേരെ മുറിയിലേക്കാണ് ചെന്നത്. മുറിയിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ട്
ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ബാഗിൽ നിന്ന് മറ്റൊരു ഫോൺ എടുത്ത് അവൻ ഡയൽ ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത്. ഹലോ ഇഷ, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ടുണ്ടാകുമല്ലേ? പെട്ടെന്ന് മറ്റൊരു വിവേകായി മാറിയിരുന്നു. വാക്കുകളിലൊക്കെ പ്രണയം മാത്രം വാരി വിതറുന്ന ഒരു കാമുകനായി അവൻ പരകായ പ്രവേശം നടത്തി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേയുള്ളൂ. ഇന്ന് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പോരാൻ പറ്റി. വീട്ടിലെന്തു പറയുന്നു എല്ലാവരും? അവൾ കുശലം ചോദിച്ചു. വീട്ടിലെല്ലാവരും എനിക്ക് കല്യാണം ആലോചിക്കുക. ഒരു നിമിഷം അപ്പുറത്തെ മൗനം അവന്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തി. എന്താടോ തന്റെ അഭിപ്രായം? ഞാൻ കല്യാണം കഴിച്ചു പോട്ടെ? ഈ ഈഷ ആരാണെന്ന് വിവിക്ക് ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. എന്നെങ്ങാനും പറ്റിച്ചാ ഞാൻ പിന്നെ വിവേകിനെ ജീവനോട് വിടുമെന്ന് തോന്നുന്നുണ്ടോ? തമാശയുടെ മേമ്പൊടിയോടെയാണ് അവളത് പറഞ്ഞത്. എങ്കിലും ഒരു നിമിഷം അവന്റെ ചുണ്ടിലെ പുഞ്ചിരി തകർക്കാനുള്ള കഴിവ് ആ വാക്കുകൾക്കുണ്ടായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാടോ. വീട്ടിലിങ്ങനെ ആലോചനയെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ ഓരോന്ന് പറഞ്ഞൊഴിഞ്ഞു. 2 വർഷമായി ഞാനവിടെ ഒരു ലിവിങ് റിലേഷൻഷിപ്പിലാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. പക്ഷെ ഉടനെ തന്നെ ഞാൻ നിന്റെ കാര്യം പറയുന്നുണ്ട്. ഉടനെ തന്നെ എന്നല്ല, ഈ വട്ടം തിരിച്ച് വിവേക് വരുമ്പോൾ നമ്മുടെ കല്യാണത്തിന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ടാവണം. എനിക്ക് ചോദിക്കാൻ ഓർഫനേജിലെ ഫാദർ മാത്രമേ ഉള്ളൂ. ഒരു ശാസനം പോലെ അവൾ പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരുടെയും സമ്മതമായിട്ടേ ഞാൻ വരുള്ളൂ. ഞാൻ ഫുഡ് കഴിച്ചു. അവൻ വിഷയം മാറ്റി. ഞാനിന്ന് ഭയങ്കര ടയേർഡായിരുന്നു വിവേക്. അതുകൊണ്ട് ഫുഡ് വാങ്ങിയിട്ടാ വന്നത്. കഴിക്കാൻ തുടങ്ങായിരുന്നു. വിവേക് കഴിച്ചോ? ഇല്ല, തന്നെ ഒന്ന് വിളിച്ചിട്ടാവാന്ന് കരുതി. ഞാൻ ഉച്ച മുതൽ വിളിക്കുക. അപ്പോൾ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചാർജില്ലായിരുന്നു. വിവേക് പോയി ഫുഡ് കഴിക്ക്, ഞാൻ കഴിച്ചിട്ട് വിളിക്കാം. അതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചപ്പോൾ വലിയൊരു ഭയം വിവേകിന്റെ മനസ്സിലും നിറഞ്ഞു നിന്നു. ഒരു അനാഥ പെൺകുട്ടിയാണെന്ന സമാധാനത്തിലാണ് അവളെ പ്രണയിച്ചതും അവളോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയതും. നാളെ താൻ പറ്റിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസം. പക്ഷെ കൂടുതൽ അടുത്തറിഞ്ഞ നിമിഷമാണ് മനസ്സിലാക്കിയതും വിചാരിക്കുന്നതിലുമൊക്കെ അപ്പുറത്തായിരുന്നു അവള്. തന്റെ ചിന്തകൾക്കും മുൻധാരണകളും ഒക്കെ അപ്പുറമായിരുന്നു ഇഷ എന്ന പെൺകുട്ടി. അസാമാന്യമായ തന്റേടമുള്ളൊരു പെണ്ണ്. പലവട്ടം അവളെ അറിഞ്ഞതിനു ശേഷം അവളിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം തന്നെ അവൾ പല കാരണങ്ങളാൽ അവളിലേക്ക് വലിച്ചടുപ്പിച്ചു. ഇപ്പോൾ അവളെ ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് താൻ. എങ്ങനെയെങ്കിലും അവിടെ ജോലി റിസൈൻ ചെയ്ത് പോരുകയല്ലാതെ ഇപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുവരെ അവളെ പിണക്കിയാൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിവേകിന് അറിയാമായിരുന്നു. 1 വർഷത്തിനുള്ളിൽ തനിക്ക് ട്രാൻസ്ഫർ കിട്ടും. അതുവരെ ഇഷയെ ഒന്നും അറിയിക്കാതെ കൊണ്ടുപോകണം. അതുപോലെ ഇവിടെ നാട്ടിലും. അതിനുശേഷം ഇവിടേക്ക് വന്ന് സ്വസ്ഥമായി ദിവ്യയ്ക്കൊപ്പം ജീവിക്കണം. അതാണ് താൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഇഷയ്ക്ക് വിശ്വസനീയമായ എന്തെങ്കിലും ഒരു കള്ളം പറയണം. അങ്ങനെ പലവിധ ചിന്തകളും അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. വൈകുന്നേരം കിരൺ വിളിച്ചപ്പോൾ ആവേശത്തോടെയാണ് അനന്തു ഫോൺ എടുത്തത്. നീ അന്വേഷിച്ചോ അവനെപ്പറ്റി? ഫോൺ എടുത്തതും ഒരു ഹലോ പോലും പറയാതെ അനന്തു ആദ്യം തിരക്കിയത് അതായിരുന്നു. തിരക്കി. എന്നിട്ട് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എവിടുന്ന്? അവനൊരു നല്ലവനായ ഉണ്ണിയാടാ. അവൻ ഈ പറയുന്ന ഒരു ഉടായ്പും ഇല്ല. പിന്നെ അവൻ എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞത്? അതാണ് എനിക്കറിയാത്തത്. അവന് വെളിയിലെങ്ങാണ്ടാണ് ജോലി. ഗുജറാത്തിലോ ഡൽഹിയിലോ അങ്ങനെ എവിടെയോ. പഠിച്ചതും വളർന്നതും എല്ലാം നല്ല പേര്. ഇവിടെ ഒരു കൂട്ടുകെട്ട് പോലുമില്ല. മോശമായി. അപ്പോൾ നിന്നോട് പറഞ്ഞ പോലെ അവൻ അവളോട് പ്രേമമായിരിക്കും. അവൻ പറ്റിക്കുന്ന ടൈപ്പൊന്നും അല്ലെന്നാ തോന്നുന്നേ. നീ എന്ത് തീരുമാനിച്ചു? ഞാനെന്തിനാ ഇമോഷൻസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നോടാരും ഇങ്ങനെ ഒരു ഔദാര്യവും കാണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സമ്മതം പറയാൻ തന്നെ തീരുമാനിച്ചു. 2 ലക്ഷം രൂപ കിട്ടുന്നത് ഞാനെന്തിനാ വെറുതെ കളയുന്നത്? പിന്നൊരു കാര്യമുണ്ട്, എല്ലാം നിർത്തി അവളുടെ കല്യാണ സമയത്ത് എല്ലാം തുറന്നു പറയും. അപ്പോൾ ചിലപ്പോൾ ശപിക്കുമായിരിക്കും. എങ്കിലും സാരമില്ല. പറഞ്ഞെന്നൊരു സമാധാനം ഉണ്ടല്ലോ. എന്ത് സംഭവിച്ചാലും എനിക്ക് കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മനസ്സിൽ. ഉറച്ച തീരുമാനമായിരുന്നു അവൻ്റെ. തുടരും. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.